കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന റിബേഷ് രാമകൃഷ്ണനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച 11 മണിക്ക് SITക്ക് മുൻപാകെ ഹാജരാകാനാണ് നിർദ്ദേശം. ഷഹദ് റഹ്മാനി വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഷഹദ, ഈ റിബേഷ് രാമകൃഷ്ണൻ ഏറ്റവും ആദ്യം ഇടതു സർക്കാരിന്റെ കാലത്ത് അന്വേഷണം നടത്തിയ സമയത്ത് ഇയാളായിരുന്നു പ്രധാനപ്പെട്ട കണ്ണി. ഇയാളിലേക്ക് വരെയാണ് അന്വേഷണം എത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇയാളെ വീണ്ടും പ്രതി ചേർത്തിട്ടുണ്ട്. രണ്ടാം പ്രതിയാണ് റിബേഷ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇയാൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു, മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങൾ ഇയാൾ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം? നേതാവായിട്ടുള്ള റിബേഷ് രാമകൃഷ്ണന് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകാനാണ് ഇപ്പോൾ SIT നോട്ടീസ് നൽകിയിട്ടുള്ളത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ T മനോഹരന് മുൻപാകെ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയത്. ഈ കേസിലെ രണ്ടാം പ്രതിയാണ് റിബേഷ്. കേസിൽ റിബേഷിനെ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം റിബേഷിനെ പ്രതി ചേർത്ത് SIT വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ജാമ്യം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് നോട്ടീസ് നൽകിയത് വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന സന്ദേശം പ്രചരിപ്പിച്ചു എന്ന കുറ്റത്തിനാണ്. ഇപ്പോൾ വെള്ളിയാഴ്ച റിബേഷ് ഹാജരാകാൻ എത്തുന്ന സമയത്ത് റിബേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 50,000 രൂപയുടെ ബോണ്ടിലാണ് സെഷൻസ് കോടതി ജാമ്യം അന്ന് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. മാസത്തിൽ 2 തവണ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്ന വ്യവസ്ഥയോട് കൂടിയിട്ടാണ് കോടതി അന്ന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഈ കേസിൽ ഒന്നാം പ്രതിയായ ജിതിൻ ഭാസ്കർ നിർമ്മിച്ച വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യമായി അയച്ചു കൊടുത്തത് റിബേഷ് രാമകൃഷ്ണനാണ്. റെഡ് ആൻഡ് കൗണ്ടർ എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ ഈ സ്ക്രീൻഷോട്ട് പോസ്റ്റ് പങ്കുവച്ചതും റിബേഷിനാണെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇടത് സർക്കാരിന്റെ കാലത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ റിബേഷ് രാമകൃഷ്ണനിൽ അന്വേഷണം എത്തി നിൽക്കുകയായിരുന്നു അന്ന് ഈ കേസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും ഈ ജാമ്യം അനുവദിച്ച ഘട്ടത്തിലും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട്, അതായത് ജാമ്യം ലംഘിക്കുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ച എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരാകും. ശരി ഷഹദ, അപ്പോൾ ഏറെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ള ഡിവൈഎഫ്ഐ നേതാക്കളെ പൂട്ടാൻ തന്നെയാണ് SITയുടെ തീരുമാനം.